ഹലോ ഗായ്സ്, വെൽക്കം ടു നഷ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ നല്ല ആഗ്രഹം ഗൈസ്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പാലുണ്ടായിരുന്നു, ഞാൻ ഇൻ്റെതും ഞിനുവിൻ്റെ കൂടെ അയക്കാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറിയൊരു പാനിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അതിൽ 2 ഏലക്കായ ഇട്ടെടുത്തു. എല്ലാവരും ഇടുന്ന സാധനം തന്നെയാണ് അത്. ഏലക്കായ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതിക്ക് കുറച്ച് നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല, ഞങ്ങളിവിടെ സാബൂനായിട്ട് എന്നാ പറയുക. അപ്പോൾ അതൊക്കെ എനിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് 1 പ്രാവശ്യം 2 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് ഞാനൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അതിക്ക് ഞാൻ ബനാനൊക്കെ സ്ലൈസ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം. അപ്പം ഇത് എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ പാൽവായക്കാന്ന് പറയും, നിങ്ങളോട് എന്താ പറയുക ലാസ്റ്റ് പറയുക ഗൈസ്. ലാസ്റ്റ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കുറച്ച് ചൂടായതിനു ശേഷം പിന്നെ അതിക്ക് കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തെടുത്തു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും മിക്സ് ചെയ്യുന്ന തന്നെ പണി. ഈ മിക്സ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം മിക്സ്ചർ പോലെ ആവണം ഗൈസ്. നല്ല എല്ലായിടത്തും ഒരുപോലെ ആവണം, അതിനാണ് ഞാൻ മിക്സ് ചെയ്യണത്. പിന്നെ കുറച്ച് സമയം കൂടിയും വെയിറ്റ് ചെയ്യണം ഗൈസ്. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല റെഡിയായി വരും. പിന്നെ കുമ്പിളങ്ങ പൊന്താൻ തുടങ്ങി ഗൈസ്. അപ്പോൾ അതിക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടാൻ പോണത് ബനാന സ്ലൈസ് ചെയ്തതാണ്. ബനാന സ്ലൈസ് ചെയ്ത് ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഫുള്ളായിട്ട് പോകുന്നില്ല, പിന്നെ ഞാനത് പോസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് അത് ഞാൻ റെഡിയാക്കി എടുത്തു. ബനാന എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ സിമ്മിലിട്ടു ഗൈസ്. അങ്ങനെ ഗ്യാസ് സിമ്മിലിട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ പാൻ മെല്ലെ ഒന്ന് മാറ്റിയെടുത്തു. കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ മെല്ലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിലെ കുമ്പളൊക്കെ നിന്നിട്ടുണ്ട്. അടുത്ത് അപ്പോൾ തന്നെ നിഫ് ഓണാണ് ഗൈസ്. അപ്പോൾ ഓൻ്റെ ഓരോ കച്ചറ പണി ഉണ്ട് ഇനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേറെ പാൻ എടുത്തിട്ട് അയക്ക് വെച്ച് പിന്നെ നിഫിന് ചെറിയ കളിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നെയ്യൊക്കെ അയക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് മെൽട്ടായതിനു ശേഷം അയക്ക് നട്ട്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ഇട്ടെടുത്തതിന് ശേഷം കുറച്ച് സമയം അതുപോലെ ഇളക്കി കൊടുത്തു. അതായതിനു ശേഷം ഗൈസ് അതും സിമ്മിലിട്ടതിന് ശേഷം ഞാൻ മറ്റേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിലേക്ക് ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തു ഗൈസ്. വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഇളക്കി. പിന്നെ ഇത്രത്തോളം ഉണ്ടാക്കിയ രീതിക്ക് നിങ്ങളെന്താ പറയുക, ഞങ്ങളിവിടെ പാൽവായക്കാന്ന് പറയും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നിഫോടെ ചെറിയൻസൊക്കെ പൊളിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ അതിന് 2-3 എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ റെഡിയായി. അപ്പോൾ ഞാൻ പുറത്തോട്ട് എടുത്തതിന് ശേഷം അത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നിനോക്ക് ഞാൻ കൊടുക്കാൻ പോവാണ് ഗൈസ്. നമുക്കുള്ള റിയാക്ഷൻ നോക്കാം. നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലത്തെ ആളോടൊപ്പം യൂണോക്കാട് വലിച്ച് വരികയാണ്. അങ്ങനെ മരുഭാഗം കൊടുത്തപ്പോൾ അകത്ത് കയറിയതാണ് ഗൈസ്. അപ്പം ഓക്കത് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇതാണ് ഗൈസ്. അപ്പോൾ അവൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കഴിക്കാൻ വന്നപ്പം ഓക്ക് ഇതിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റില്ല ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൻസിന് വേണ്ടി ഡെക്കറേഷൻ ചെയ്തെടുത്തു. അപ്പോൾ നിഫോക്ക് ഇഷ്ടമായപ്പോൾ